തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം SIRുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി അടുത്തത് പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കായി നടത്തുന്ന SIRും ഇത് രണ്ടാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്താ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം. തദ്ദേശ സ്ഥാപനങ്ങളിലെ അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഇത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതോടൊപ്പം തന്നെ നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലേക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയും ഉപയോഗിക്കും. SIR അതായത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ആരംഭിച്ച ഒരു പ്രക്രിയയാണ്. ഈ പ്രക്രിയ പ്രാദേശിക തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. ഇരു പട്ടികകളും വ്യത്യസ്തമാണ് എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും പുതിയ വോട്ടർ പട്ടികയിൽ അതായത് ഒക്ടോബർ 25, 2025 പ്രകാരം ഏകദേശം 2.84 കോടിയിലധികം വോട്ടർമാരുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും പുതിയ പട്ടികയിൽ 2025 സംക്ഷിപ്ത പുതുക്കൽ പ്രകാരം ഇത് ഏകദേശം 2.78 കോടിയിലധികം വോട്ടർമാരുമുണ്ട്. കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾക്കിടയിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIRും ആരംഭിച്ചത്. ഇവ തമ്മിലുള്ള പ്രവർത്തനപരമായ ഓവർലാപ്പ് ഒഴിവാക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടർമാരുമായി കൂടിക്കാഴ്ച നടത്തിയ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടും ഒന്നല്ല, രണ്ടാണ് എന്ന തലക്കെട്ടിൽ ഒരു വീഡിയോ ക്ലിപ്പും പുറത്തിറക്കിയിട്ടുണ്ട്.